വെൽക്കം ടു മാസ്റ്റർ മൈൻഡ് എഡ്യൂക്കേഷൻ ഓൺലൈൻ ക്ലാസ്സസ്. എല്ലാ വിദ്യാർത്ഥികൾക്കും മറ്റൊരു NIOSന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അവലോകന ക്ലാസ്സിലേക്ക് നല്ല ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് NIOS സോഷ്യോളജി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് പ്രധാനമായിട്ടും NIOSന്റെ സിലബസുകളിലൊക്കെ അല്ലെങ്കിൽ പരീക്ഷകളിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരികയും അപ്പോൾ പുതിയ പാറ്റേൺ അനുസരിച്ചിട്ടുള്ള ഒരു എക്സാം രീതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും MCQ അടക്കമുള്ള ക്വസ്റ്റ്യനുകളാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിലെ പ്രധാനപ്പെട്ട സാമ്പിൾ എന്ന് പറയുന്നത് സോഷ്യോളജിയുടെ കോഡ് എന്ന് പറയുന്നത് 331 ആണ്. മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 100 മാർക്കാണ്. അതുപോലെ തന്നെ നമുക്ക് മാക്സിമം എഴുതാനുള്ള സമയം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 hours ആണ്. അപ്പോൾ 3 മണിക്കൂറാണ്. ഉച്ചയ്ക്ക് ശേഷം 2:30 തുടങ്ങി എക്സാം ആരംഭിക്കും. അപ്പോൾ 2 മണിക്ക് തന്നെ നമ്മൾ പരീക്ഷാ ഹാളിൽ എത്തിച്ചേരുകയും 2:15 ആകുമ്പോഴേക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കൈപ്പറ്റുകയും 15 മിനിറ്റ് നമുക്ക് കൂൾ ഓഫ് ടൈം ആണ് വായിക്കാനുള്ള, ക്വസ്റ്റ്യൻ വായിക്കാനും മനസ്സിലാക്കാനുമുള്ള സമയം. ആ സമയത്ത് നമ്മളത് വായിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു? 3 hours ആണ് നമുക്ക് പ്രധാനമായിട്ടും എഴുതാനുള്ള സമയം എന്ന് പറയുന്നത്. ഇനി ദിസ് ക്വസ്റ്റ്യൻ പേപ്പർ കൺസിസ്റ്റ് ഓഫ് 49 ക്വസ്റ്റ്യൻസ് ഇൻ ഓൾ. 49 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് പ്രധാനമായിട്ടും ഉണ്ടാവുക. ആദ്യം ഓർത്ത് വെക്കുക. ഇനി ഓൾ ക്വസ്റ്റ്യൻസ് ആർ കമ്പൽസറി. എല്ലാ ക്വസ്റ്റ്യനും കമ്പൽസറി ആണ്, അല്ലെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ കമ്പൽസറി ആണ്. മാർക്സ് ആർ ഗിവൺ അഗെയിൻസ്റ്റ് ഈച്ച് ക്വസ്റ്റ്യൻ. അതെന്ത് ചെയ്യുന്നു? എല്ലാ ക്വസ്റ്റ്യനും മാർക്കുകൾ കിട്ടുന്നു. ഇനി ശ്രദ്ധിക്കേണ്ടത് സെക്ഷൻ A and B എന്ന അടിസ്ഥാനത്തിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഉണ്ടായിരിക്കുക. അതിൽ സെക്ഷൻ A കൺസിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻ നമ്പർ 1 to 5 and 41 to 47 ആസ് ഫോളോസ്. അഥവാ സെക്ഷൻ എന്തായിരിക്കും? 1 to 25 ആൻഡ് 41 to 47 വരെയാണ് ഉണ്ടായിരിക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 1 to 17 and 41 to 43 ആർ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ക്യാരിയിങ് 1 മാർക്ക് ഈച്ച്. സെലക്ട് ആൻഡ് റൈറ്റ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ A, B, C, D. അഥവാ എന്താണ് പറയുന്നത്? 1 മുതൽ 17 വരെയും 41 to 43 വരെയും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്, MCQ ക്വസ്റ്റ്യൻ ആണ് ഉണ്ടായിരിക്കുക. അതിന് ഓരോന്നിനും എത്ര മാർക്ക് വീതം? ഓരോ മാർക്ക് വീതവും. അങ്ങനെ എന്ത് ചെയ്യുന്നു? നമ്മൾ യോജിച്ചതായ ഓപ്ഷനുകൾ A, B, C, D എന്ന പേരിൽ ഓപ്ഷനുകൾ ഉണ്ടായിരിക്കും. അതിൽ നിന്ന് നമുക്ക് വേണ്ട ഉത്തരം, യോജിച്ച ഉത്തരമാണ് നമ്മൾ സെലക്ട് ചെയ്ത് എഴുതേണ്ടത്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ നമ്പർ 18 to 25 and 44 to 47 ആർ അതർ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 18 to 25 and 44 to 47 എന്ന് പറയുന്നത് എന്താണ്? മറ്റു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനുകളായിരിക്കും. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 18, 19, 21 ക്യാരീസ് 2 മാർക്സ്. 2 മാർക്കുള്ള ക്വസ്റ്റ്യനുകളാണ് ക്വസ്റ്റ്യൻ നമ്പർ 18, 19, 21. ക്വസ്റ്റ്യൻ നമ്പർ 20 ക്യാരീസ് ആസ് 5 മാർക്സ് വിത്ത് 5 സബ് പാർട്ട് ഓഫ് മാർക്സ് ഈച്ച്. അഥവാ ഓരോന്നിനും ഓരോ മാർക്ക് വീതം 5 മാർക്കാണ് ഉണ്ടായിരിക്കുക ക്വസ്റ്റ്യൻ നമ്പർ 20ക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 22 ക്യാരീസ് 3 മാർക്ക് വിത്ത് 3 സബ് പാർട്ട് ഓഫ് 1 മാർക്ക് ഈച്ച്. അഥവാ ക്വസ്റ്റ്യൻ നമ്പർ 22 എത്ര മാർക്കാണ്? 3 മാർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ
23 and 24 and 25 carries 4 marks. അപ്പോൾ 4 മാർക്കിൻ്റെ ആണ് 23, 24, 25 എന്ന് പറയുന്നത്. As well as question number 44 to 47 carries 1 mark each. Attempt as per instruction given there which each such question has 18 to 25 and 44 to 47. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഓർത്തു വെക്കേണ്ടത്. അപ്പോൾ സെക്ഷൻ എയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി പറയാൻ പോകുന്നത് സെക്ഷൻ ബി 26 to 49 consists descriptive type question as follows. Question number 26 and 2, 31 and 48. A very short answer question. Very short answer question ആണ് ഏത് 26 to 31 and 48. Then carries 2 mark each. ഓരോന്നിനും എത്ര മാർക്ക്? 2 മാർക്ക് വീതം. Then to be answered in the range of 80 and 120 words. അഥവാ 80 അല്ലെങ്കിൽ 120 വേർഡ്സ് ആണ് നമ്മളതിൽ എഴുതേണ്ടത്. Question number 30 to 38 are short answer type of question. Short answer type of question ആണ് ഏത്? Question number 30 to 38 carries 3 mark each. 3 മാർക്കാണ് ഓരോന്നിനും ഉള്ളത്. To be answered in the range of 150 to 200 words. 150 മുതൽ 200 വേർഡ് വരെയാണ് നമ്മൾ അതിൽ എഴുതേണ്ടത്. Then the question number 39 and 40 and 49 are long answer type of question. Carries 5 marks. അഥവാ എന്ത് ചെയ്യുന്നു? ഇത് കുറച്ച് ലോങ് ആയിട്ട് കൂടുതലായിട്ട് എഴുതേണ്ട ക്വസ്റ്റ്യനാണ്. അതിന് 5 മാർക്കാണ്. ടു ബി ആൻസേർഡ് ദ റേഞ്ച് ഓഫ് 400 to 500 വേർഡ്സ്. 500 അല്ലെങ്കിൽ 400 വേർഡുകളാണ് നമ്മളതിൽ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പാറ്റേൺ എന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇനി ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് ഏതാണ്? ആൻസർ ഓൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. അഥവാ എല്ലാ ക്വസ്റ്റ്യനും എന്ത് ചെയ്യും? മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എന്നതാണ് ഉണ്ടാവുക. അതിന് നമ്മളെല്ലാത്തിനും ആൻസർ ചെയ്തിരിക്കണം. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇപ്പോൾ നമ്മൾ ഇത് ഉദാഹരണം പറയുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഭാഗങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതിൽ ഓർത്ത് വെക്കേണ്ടതാണ് വിച്ച് എമംഗ് ദീസ് ആട്രിബ്യൂട്ടഡ് ഓഫ് സൊസൈറ്റി. അഥവാ സൊസൈറ്റിക്ക് ഏറ്റവും യോജിച്ചതായിട്ടുള്ള അല്ലെങ്കിൽ സൊസൈറ്റി ഇതിൽ ഏതാണ് സൊസൈറ്റിക്ക് ഏറ്റവും ഉചിതമായത് എന്നാണ് ചോദ്യം. അപ്പോൾ 4 ഓപ്ഷനുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ലൈക്ക്നെസ് ആൻഡ് ഡിഫറൻഷിയേഷൻ, ദെൻ സെക്കൻഡ് വൺ ഇന്റർഡിപെൻഡൻസ്, ദെൻ തേർഡ് വൺ കോപ്പറേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ്, ദെൻ ദ ഫോർത്ത് വൺ ആൾ ഓഫ് ദം. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് നമ്മൾ അവിടെ ഓർത്ത് വെക്കേണ്ടത്, അതിൽ മനസ്സിലാക്കി വെക്കേണ്ടത്. അതിൽ ഒന്നാമത്തെ എന്താണ്? ലൈക്ക്നെസ് ആൻഡ് ഡിഫറൻഷിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വ്യത്യാസവും അതുപോലെ തന്നെ ഇഷ്ടവും അല്ലെങ്കിൽ വ്യത്യസ്തയും പിന്നെ നമ്മുടെ കൂടിച്ചേരലുമാണ് ഒന്നാമത്തെ. ദെൻ ദ ഇന്റർഡിപെൻഡൻസ്, പരസ്പര ആശ്രയത്വം. ദെൻ ദ തേർഡ് വൺ കോപ്പറേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ്, പരസ്പര സഹകരണവും അതുപോലെ തന്നെ എന്താണ്? സംഘർഷവും. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓൾ ഓഫ് ദ, ലാസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് എന്താണ്? ഓൾ ഓഫ് ദം, എല്ലാമാണ് എന്നാണ്. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഡി ആണ്, 4-ാമത്താണ്. എല്ലാം ഉൾക്കൊള്ളുന്നതാണ് എന്ത് പറയുന്നത്? സൊസൈറ്റി എന്ന് പറയുന്നത്. അതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. ദെൻ ദ സെക്കൻഡ് ഓപ്ഷൻ വിച്ച് ഇസ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ വിച്ച് ഇസ് ദ ഓഫ് ഫോളോയിങ് ഇസ് ദ എൻഡോഗനസ് ഫാക്ടർ ഓഫ് സോഷ്യൽ ചേഞ്ചസ്. അഥവാ സോഷ്യൽ ചേഞ്ച്, സാമൂഹിക മാറ്റം ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു മെത്തേഡ്, ഒരു രീതിയെക്കുറിച്ചാണ് അല്ലെങ്കിൽ എൻഡോജിനസിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ അവിടെ എഴുതേണ്ടത് 4 ഓപ്ഷനുകൾ നമ്മൾ ചേഞ്ച് ഇൻ പോപ്പുലേഷൻ അഥവാ ജനസംഖ്യയിൽ ഉണ്ടാകുന്ന മാറ്റം, ചേഞ്ച് ഇൻ കൺസപ്ഷൻ പാറ്റേൺ അല്ലെങ്കിൽ ഉപഭോഗ ത്വര അല്ലെങ്കിൽ ഉപഭോഗ സംസ്കാരത്തിൽ ഉണ്ടാകുന്ന മാറ്റം, ചേഞ്ചസ് ഡ്യൂ ടു ഇൻട്രാക്ഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ യങ് ആൻഡ് ഓൾഡ് അഥവാ യുവാക്കളും
വൃദ്ധന്മാരും അല്ലെങ്കിൽ വയസ്സായ ആളുകളും തമ്മിലുള്ള ആ ഒരു ഇൻട്രാക്ഷനുള്ള മാറ്റം, ചേഞ്ചസ് ഇൻ വോട്ടിംഗ് പാറ്റേൺ, വോട്ടിംഗ് മെഷീൻ അല്ലെങ്കിൽ വോട്ടിംഗ് സിസ്റ്റത്തിലുള്ള വ്യത്യാസം, ഇങ്ങനെയാണ് ഓപ്ഷൻ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൽ ഏതാണ് ഏറ്റവും യോജിച്ച ഓപ്ഷൻ എന്ന് പറയുന്നത്? ഉത്തരം സി ആണ്. ചേഞ്ചസ് ടു ഇൻട്രാക്ഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ യങ് ആൻഡ് ഓൾഡ് എന്നതാണ് എഴുതേണ്ടത്. അപ്പോൾ അത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അങ്ങനെയാണ് ഓർത്ത് വെക്കുന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ചൂസ് ദ കൈൻഡ് ഓഫ് ഫാക്ടർ വിച്ച് ബെസ്റ്റ് ഡിസ്ക്രൈബ് ദ സ്റ്റേറ്റ്മെന്റ് പോപ്പുലേഷൻ ഇൻക്രീസസ് വിത്ത് ഇംപ്രൂവ്ഡ് മെഡിക്കൽ ഫെസിലിറ്റീസ് ആൻഡ് സാനിറ്ററി കണ്ടീഷൻസ്. അപ്പോൾ എന്താണത്? ബെസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ തിരഞ്ഞെടുക്കണം. എന്താണത്? എന്തിനെക്കുറിച്ച്? പോപ്പുലേഷൻ ഇൻക്രീസസ് വിത്ത് ഇംപ്രൂവ്ഡ് മെഡിക്കൽ ഫെസിലിറ്റീസ് ആൻഡ് സാനിറ്ററി കണ്ടീഷൻ. അഥവാ സാങ്കേതിക വിദ്യയും അല്ലെങ്കിൽ മെഡിക്കൽ ഫെസിലിറ്റീസ്, ആരോഗ്യരംഗത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, സൗകര്യങ്ങൾ, അതുപോലെ തന്നെ സാനിറ്ററി കണ്ടീഷനും എന്ത് ചെയ്തു? അത് ഇംപ്രൂവ് ചെയ്തത് മൂലം ജനസംഖ്യയിൽ എന്ത് ഉണ്ടായിട്ടുണ്ട്? വർധനവ് ഉണ്ടായി എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് ഏറ്റവും സൂട്ടായിട്ടുള്ള വാക്കുകളാണ് നമ്മൾ ഇവിടുന്ന് എടുത്ത് എഴുതേണ്ടത്. അപ്പോൾ 4 തരത്തിലുള്ള വാക്ക് അവിടെ കാണുന്നുണ്ട്. ഒന്ന് കൾച്ചറൽ അഥവാ സാംസ്കാരികം, 2 ഡെമോഗ്രാഫിക്, ഡെമോഗ്രാഫിക് എന്ന് പറഞ്ഞാൽ ജനസംഖ്യാശാസ്ത്ര പഠനം അല്ലെങ്കിൽ രീതി. 3 ടെക്നോളജിക്കൽ സാങ്കേതിക വിദ്യ, 4 എക്കണോമിക് സാമ്പത്തികം. ഈ 4 കാര്യങ്ങളിൽ ഏതാണ് ഏറ്റവും സൂട്ടായിട്ടുള്ളതെന്നാണ് നമ്മൾ ഓർത്തു വെക്കേണ്ടത്. 3ാമത്തേതാണ് ഉത്തരം. ടെക്നോളജിക്കൽ അഥവാ സാങ്കേതിക വിദ്യയിലുണ്ടായ മാറ്റം മൂലമാണ് ജനസംഖ്യയിൽ എന്തുണ്ടാവുന്നത്? ജനസംഖ്യ അല്ലെങ്കിൽ മെഡിക്കൽ രംഗത്തുള്ള ഇൻക്രീസ്, ഹോസ്പിറ്റലുകൾ, അതുപോലെ തന്നെ എന്താണ് മറ്റുള്ള സാനിറ്റേഷൻസ്, ഇതൊക്കെ വന്നത് മൂലം എന്ത് ചെയ്തു? വലിയ മാറ്റങ്ങൾ ഉണ്ടായി. അതാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. ഇനി 4ാമത്തേതാണ് നമ്മൾ പറയാൻ പോകുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ് മോസ്റ്റ്ലി മാച്ച് ടു വില്ലേജ് ലൈഫ്? അഥവാ ഏറ്റവും മാച്ചായിട്ടുള്ള ഗ്രാമീണ ജീവിതത്തിൻ്റെ പ്രത്യേകതകൾ നമ്മൾ ഏറ്റവും ആപ്റ്റായതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് എടുത്ത് എഴുതാനാണ് പറയുന്നത്. അതിലൊന്ന് ഇൻഡിവിജ്വലിസം. ഇൻഡിവിജ്വലിസം എന്ന് പറഞ്ഞാൽ വ്യക്തിത്വവാദം. അർബൻ ഓറിയൻറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നാഗരികമായിട്ടുള്ള സംസ്കൃതി അല്ലെങ്കിൽ നാഗരികതയോട് കൂടിച്ചേർന്നത്. 3ാമത്തെ എന്താണ്? ഗ്രൂപ്പ് ഫീലിംഗ് ആൻഡ് മ്യൂച്വൽ കോപ്പറേഷൻ. ഗ്രൂപ്പ് ഫീലിംഗ് എന്ന് പറഞ്ഞാൽ വി ഫീലിംഗ് എന്നാണ്. നമ്മളെന്നുള്ള വികാരവും അതുപോലെ തന്നെ പരസ്പര സഹകരണവും. 4ാമത്തെ ടെക്നോ സെൻട്രിക് ആറ്റിറ്റ്യൂഡ് അഥവാ സാങ്കേതികപരമായിട്ടുള്ള ഒരു മനോഭാവം. അപ്പോൾ ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഏതാണ്? 4ാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരം സി ആണ്. സി ഏതാണ്? ഗ്രൂപ്പ് ഫീലിംഗ് ആൻഡ് മ്യൂച്വൽ കോപ്പറേഷൻ. അതാണ് വില്ലേജ് ലൈഫിന് ഏറ്റവും യോജിച്ചതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രാമത്തിലെ ജനങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? അവർ ഗ്രൂപ്പ് ഫീലിംഗ് ആൻഡ് മ്യൂച്വൽ കോപ്പറേഷൻ, ഗ്രൂപ്പ് ഫീലിംഗ്, നല്ല ഫീലിംഗ് ഉണ്ടായിരിക്കും. അഥവാ നമ്മളെന്നൊരു വികാരം ഉണ്ടാവും, അതുപോലെ തന്നെ പരസ്പര സഹകരണവും ഉണ്ടായിരിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5 എന്താണിത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എലമെന്റ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ കമ്മ്യൂണിറ്റി ആൻഡ് സൊസൈറ്റി? കമ്മ്യൂണിറ്റി, സമുദായവും സമൂഹവും തമ്മിലുള്ള ആ വ്യത്യാസത്തിൻ്റെ എലമെൻറ്റുകൾ അടയാളപ്പെടുത്താനാണ്. എന്താണ് വ്യത്യാസം? അതിൻ്റെ വ്യത്യാസത്തിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? അതിൽ പ്രധാനമായിട്ടും 4 ഓപ്ഷനുകൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. 1 എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ജനങ്ങളുടെ ഒരു കൂട്ടം. 2ാമത്തെ ലൈക്ക്നെസ് ഓഫ് ഇൻട്രസ്റ്റ് അഥവാ പൊതു താല്പര്യത്തെ അവരെന്ത് ചെയ്യുന്നു? സംരക്ഷിക്കപ്പെടുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നു. 3ാമത്തെ ഡെഫിനിറ്റ് ലൊക്കാലിറ്റി, ഒരു പ്രത്യേകമായ സ്ഥലമുണ്ടായിരിക്കും. 4ാമത്തെ എന്താണ്? സെൻറ്റിമെൻ്റ് ഓഫ് വൺനെസ്.
നമ്മളെന്നുള്ള ആ ഒരു വികാരം ഉണ്ടായിരിക്കും. അപ്പം അതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഭാഗം ഏതാണ്? 5ാമത്തെ ക്വസ്റ്റ്യന് അത് നമ്മൾ ഓർത്ത് വെക്കുന്നത് സി ആണ്. സി അഥവാ ഡെഫിനിറ്റ് ലൊക്കാലിറ്റി. ഒരു പ്രത്യേകമായ സ്ഥലം എന്തിനുണ്ടായിരിക്കും? ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഡിഫറൻസസ് എന്ന് പറയുന്നിടത്ത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ 5 ക്വസ്റ്റ്യനുകളാണ് നമ്മൾ പറഞ്ഞത്. ഇനി 6ാമത്തെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കിൻഷിപ്പ് ബിഹേവിയർ? എന്താ പറയുന്നത്? കിൻഷിപ്പ് ബിഹേവിയറിനല്ലാത്ത എന്താണ് എന്നാണ് ചോദ്യം. കിൻഷിപ്പ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 തരത്തിലുള്ള കിൻഷിപ്പ് ഉണ്ട്, മനസ്സിലാക്കണം. ഒന്ന് സ്വഗോത്ര ബന്ധുത്വം, 2 വൈവാഹിക ബന്ധുത്വം. ഇത് നിങ്ങൾ പുസ്തകത്തിൽ പഠിച്ചതാണ്. സ്വഗോത്ര ബന്ധുത്വം എന്ന് പറഞ്ഞാൽ സ്വന്തം ഗണത്തിൽ നിന്ന് വിവാഹം, അല്ലെങ്കിൽ സ്വന്തമുള്ള നമ്മുടെ മാതാപിതാക്കളെ മക്കളെ എന്നൊക്കെ പറയുന്ന ബന്ധുത്വം. 2ാമത്തെ വൈവാഹിക ബന്ധുത്വം അഥവാ വിവാഹം കഴിക്കുന്നതിലൂടെയുള്ള ബന്ധുത്വം. അപ്പോൾ അങ്ങനെയുള്ള ബന്ധുത്വത്തെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബിഹേവിയറിൽ പെടാത്തതാണ് ചോദ്യം. ഒന്ന് ഫ്രണ്ട്ഷിപ്പ്, അടുത്ത ബന്ധുത്വം എന്നൊക്കെ നമ്മൾ പറയാം, അടുത്ത സ്വഭാവത്തിൽ പെടാത്തത് അല്ലെങ്കിൽ ആ ബിഹേവിയറിൽ പെടാത്തതാണെന്ത്? ഫ്രണ്ട്ഷിപ്പ്. ജോക്കിംഗ് റിലേഷൻഷിപ്പ്, തമാശ പറഞ്ഞിരിക്കാം. ടെക്നോണമി, അവൻകുലേറ്റ്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെക്കണം. അതിലേതായിരിക്കും ഉത്തരം? ഉത്തരം 6ാമത്തേന് ഉത്തരം ഫ്രണ്ട്ഷിപ്പാണ്. ഫ്രണ്ട്ഷിപ്പ് എന്നതാണ് ഉത്തരം. ഇനി 7ാമത്തേത്, വിച്ച് ഓഫ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് എഡ്യൂക്കേഷണൽ കറപ്ഷൻ? ഈ എക്സാമ്പിൾ ഓഫ് വിദ്യാഭ്യാസ അഴിമതിക്ക് ഉദാഹരണം ഏതാണ് എന്നാണ് ചോദ്യം. ഇപ്പോൾ എല്ലാത്തിലും അഴിമതികൾ നിലനിൽക്കുന്നുണ്ട്. അപ്പം ഇതില്ല അഴിമതിക്ക് ഉദാഹരണം. ബ്ലാക്ക് മാർക്കറ്റിംഗ് ചെയ്യാം. അതുപോലെ തന്നെ ലൂട്ടിംഗ് പബ്ലിക് മണി വിത്ത് ട്രേഡർ, അഥവാ പൊതുവായിട്ടുള്ള പണത്തെ എന്ത് ചെയ്യുക? അത് കൊള്ളയടിക്കുക, ട്രേഡേഴ്സ് കൊള്ളയടിക്കുക. ബ്രൈബിംഗ് എക്സാമിനേഴ്സ്, അതുപോലെ തന്നെ എന്താണ്? കൈക്കൂലി കൊടുത്ത് പരീക്ഷകൾ നടത്തുക, ബ്രൈബിംഗ് എക്സാമിനേഴ്സ്. അടുത്തതാണ് ഫുഡ് അഡൾട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഉത്തരം ഏതായിരിക്കും? അഥവാ എഡ്യൂക്കേഷണൽ കറപ്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അവിടെ ഓർത്തു വെക്കണം, ഉത്തരം സി ആയിരിക്കും. കാരണം എന്താണ്? മറ്റുള്ള 3ഉം എന്താണ്? അത് എക്കണോമിക് പരമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ ഇതെന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ബ്രൈബിംഗ് എക്സാമിനേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൈക്കൂലി കൊടുത്ത് എക്സാമിൽ എന്ത് ചെയ്യുക? അതിന് അതീശത്വം കാണിക്കുക. അതാണ് നമ്മൾ ഓർത്ത് വെക്കുക. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ ഫാക്ടേഴ്സ് ടേക്കൺ ഇൻ ടു അക്കൗണ്ട് ടു മെഷർ ഹ്യൂമൻ പോവർട്ടി? അഥവാ ദാരിദ്ര്യം എന്ത് ചെയ്യുന്നു? ദാരിദ്ര്യത്തെ അക്കൗണ്ട് ചെയ്യുന്നതിലേക്ക്, അല്ലെങ്കിൽ അതിനുള്ള ദാരിദ്ര്യത്തിൻ്റെ മെഷർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫാക്ടർ എന്താണ് എന്നാണ് ചോദ്യം. അപ്പോൾ ദാരിദ്ര്യം എന്താ? മെഷർ എന്ന് പറഞ്ഞാൽ അളക്കുക എന്നാണ്. അപ്പോൾ അതിൽ നമ്മൾ പ്രധാനമായിട്ടും 4 ഓപ്ഷനുകളാണ് വന്നിട്ട്. ലോങ്വിറ്റി, നോളജ്. ലോങ്വിറ്റി എന്നാൽ ദീർഘായുസ് എന്നാണ്. നോളജ് എന്ന് പറഞ്ഞാൽ അറിവാണ്. ഡീസൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അഥവാ നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ജീവിതം. അതുപോലെ തന്നെ ഓൾ ഓഫ് ദീസ്. അപ്പോൾ 4 ക്വസ്റ്റ്യനുകളാണ് നമ്മളോട് അവിടെ പ്രധാനമായിട്ടും ഓപ്ഷൻ തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ അതിന് ഉത്തരം എഴുതേണ്ടതാണ്. ഓൾ ഓഫ് ദീസ് എന്ന് പറഞ്ഞാൽ തന്നെയാണ് അതിൻ്റെ ഉത്തരം. ഇതെല്ലാം കൂടിയിട്ടുള്ളതാണ് പ്രധാനമായിട്ടും എന്ത്? പോവർട്ടിയുടെ മെഷർമെൻറ്റ് അളക്കുന്നത്. അപ്പോൾ ഓൾ ഓഫ് ദീസ് എന്നുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അധികം ഉത്തരം അതായിരിക്കും. അത് വിചാരിച്ചിട്ട് എല്ലാം അതായിരിക്കണം എന്നില്ല, അത് ഒരു 90% അതായിരിക്കും എന്ന് മനസ്സിലാക്കുക. ഇനി മറ്റൊന്നാണ് 9ാമത്തെ ക്വസ്റ്റ്യൻ,
What are the essential conditions of caste must be adhered to into order to benefit from Sanskritation? അഥവാ സംസ്കൃതൈസേഷൻ നമ്മൾ പഠിച്ചതാണ്, സംസ്കൃതവൽക്കരണം. ഈ സംസ്കൃതവൽക്കരണത്തിൻ്റെ പ്രധാനപ്പെട്ട സംസ്കൃതവൽക്കരണം എന്ന് പറഞ്ഞാൽ ജാതി, ഒരു ഉയർന്ന ജാതിയിലേക്ക് താഴ്ന്ന ജാതിക്കാർ മാറുന്ന ആ അനുകരണത്തിനാണ് നമ്മൾ അവിടെ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണ് എന്നാണ് ചോദ്യം. അപ്പോൾ സംസ്കൃതൈസേഷൻ, സംസ്കൃതവൽക്കരണത്തിൻ്റെ ആ ഒരു ബെനിഫിറ്റ് എന്താണ്? അത് 4 ഓപ്ഷനുകൾ നമ്മളോട് തന്നിട്ടുണ്ട്. ഇറ്റ് ഷുഡ് ഹാവ് എ ടച്ചബിൾ സ്റ്റാറ്റസ്, അഥവാ നമുക്ക് തൊടാൻ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അവരെ ടച്ചബിൾ സ്റ്റാറ്റസ് ഉണ്ടാകും, ഒരു തൊടാനുള്ള അനുവാദമുള്ള സ്റ്റാറ്റസ് ഉണ്ടായിരിക്കും. നമുക്കറിയാം, ഇത് പറയാൻ കാരണം നമ്മൾ ആ പുസ്തകത്തിലെ ഭാഗങ്ങൾ മനസ്സിലാക്കണം, അപ്പോഴേ നമുക്കിത് കിട്ടുള്ളൂ. എന്താണ് സംസ്കൃതവൽക്കരണം എന്ന് പറഞ്ഞാൽ? താഴ്ന്ന ജാതിക്കാർക്ക് എന്തുണ്ടായിരുന്നില്ല, ഉയർന്ന ജാതിക്കാരുടെ ആചാരാനുഷ്ഠാനങ്ങളിലൊന്നും അവർക്ക് ഒരു തരത്തിലുമുള്ള കഴിവുണ്ടായിരുന്നില്ല. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്, അത് ടച്ചബിൾ, ഇറ്റ് ഷുഡ് ഹാവ് എ ടച്ചബിൾ സ്റ്റാറ്റസ്. അവർക്ക് സമൂഹത്തിൽ എന്ത് ചെയ്തു, അവർക്ക് മറ്റുള്ളവരുമായി കൂടിയിരകാനുള്ള ഒരു അവസരമുണ്ടായി. ഇറ്റ് ഷുഡ് ഹാവ് എ ബെറ്റർ എക്കണോമിക് കണ്ടീഷൻ, രണ്ടാമത്തെ ഓപ്ഷൻ. അവർക്ക് എന്തുണ്ടായി, നല്ല സാമ്പത്തികമായിട്ടുള്ള ബെറ്റർ കണ്ടീഷൻസ് അവർക്ക് ഉണ്ടായി. മൂന്നാമത്തേത് സി, ഇറ്റ് ഷുഡ് മേക്ക് എ ക്ലെയിം ടു മെമ്പർഷിപ്പ് ഇൻ ടു ഹൈ കാസ്റ്റ് ബൈ പ്രൊപ്പഗേറ്റിംഗ് സം സ്റ്റോറി ഓർ മിത്ത്. ഈ ഹൈ കാസ്റ്റ് എന്ത് ചെയ്തു, പ്രൊപ്പഗേറ്റിംഗ് സം സ്റ്റോറി ഓർ മിത്ത്, അവരെ മിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഊഹാപോഹങ്ങൾ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ചില കെട്ടുകഥകൾ, ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ പ്രചരിപ്പിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവരെ മെമ്പർഷിപ്പ് എടുക്കാൻ സഹായിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ മെമ്പർഷിപ്പ് ഇവർ എടുത്തത്. അപ്പോൾ ഹൈ കാസ്റ്റിലേക്ക് മാറാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ ചെയ്തു. നാലാമത്തെ ഡി ഓപ്ഷൻ, ഓൾ ഓഫ് ദീസ് എന്നതാണ്. ഇത് 3മാണ്, അല്ലെങ്കിൽ ഇത് എല്ലാമാണ് എന്നാണ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏതായിരിക്കും ഇതിൻ്റെ ഉത്തരം സംശയിക്കേണ്ടതില്ല, ഡി ആണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ ഡി ആണെന്ത് ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നു. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 10, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫീച്ചേഴ്സ് ഡിസ്റ്റിങ്വിഷ് അർബൻ ലൈഫ് ഫ്രം ദി റൂറൽ ലൈഫ്? അർബൻ ലൈഫും റൂറൽ ലൈഫും തമ്മിലുള്ള, അല്ലെങ്കിൽ ഗ്രാമീണ ജീവിതവും നഗര ജീവിതവും തമ്മിലുള്ള ഡിസ്റ്റിങ്വിഷ് എന്ന് പറഞ്ഞാൽ വ്യത്യാസം, ഡിഫറൻസസ് എന്താണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ നല്ലോണം വായിക്കണം, അത് നമ്മൾ ആദ്യം ചെയ്യേണ്ട പരിപാടിയാണ്. അപ്പോൾ നമുക്ക് അറിയാത്ത വാക്കുകളൊക്കെ ഉണ്ടായിരിക്കും, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പേ പുസ്തകത്തിൽ നോക്കിയിട്ട് പഠിക്കുക. മെയിൻ ഹെഡിങ്ങുകളും സബ് ഹെഡിങ്ങുകളും നല്ലോണം വായിച്ച് മനസ്സിലാക്കുക, എന്നാലേ ഇതിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഓർത്ത് നോക്കുക, എന്താണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫീച്ചേഴ്സ് ഡിസ്റ്റിങ്വിഷ് അർബൻ ലൈഫ് ഫ്രം ദി റൂറൽ ലൈഫ്? എന്താണിതിന്? അനോണിമിറ്റി, ഫ്രണ്ട്ഷിപ്പ്, പേഴ്സണൽ കോണ്ടാക്റ്റ്, ഫാമിലി റിലേഷൻഷിപ്പ്. 4 ഓപ്ഷനുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. അനോണിമിറ്റി എന്ന് പറഞ്ഞാൽ അപരിചിതത്വം എന്നാണ് അർത്ഥം, അപരിചിതത്വം. രണ്ടാമത്തേത് ഫ്രണ്ട്ഷിപ്പാണ്, സൗഹൃദം. മൂന്നാമത്തെ പേഴ്സണൽ കോണ്ടാക്റ്റ്, മറ്റുള്ളവരുമായിട്ടുള്ള കോണ്ടാക്റ്റ് അഥവാ വ്യക്തിപര ബന്ധം. 4ാമത്തെ ഓപ്ഷൻ ഫാമിലി റിലേഷൻഷിപ്പ്, കുടുംബ ബന്ധങ്ങൾ. ഇതിലേതായിരിക്കും ആ ചോദ്യത്തിനുള്ള ഉത്തരം? അർബൻ ലൈഫ് ആൻഡ് റൂറൽ ലൈഫ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ. 10ന്റെ ഉത്തരം എ ആണ്, അനോണിമിറ്റി എന്നതാണ്, അഥവാ അപരിചിതത്വമാണ്. അപരിചിതത്വമാണ് നമ്മൾ പഠിക്കുന്നിടത്ത് ഓർത്ത് വെക്കണം, അപരിചിതത്വമാണ് അർബൻ ലൈഫിൻ്റെ പ്രത്യേകത. അപരിചിതത്വം നമ്മൾ നഗരത്തിൽ ജീവിക്കുമ്പോൾ എന്തില്ല, ഗ്രാമങ്ങളെപ്പോലെ ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ സാധ്യത കുറവാണ്.
നഗരങ്ങളിൽ വലിയ വലിയ സിറ്റികളിൽ, ഇന്ത്യയിലേക്ക് വലിയ വലിയ സിറ്റികളുണ്ട്, അവിടെയൊക്കെ ജോലി ചെയ്യുന്നവർ തമ്മിലെന്താണ് വലിയ ഫ്ലാറ്റുകളിലും മറ്റുമൊക്കെയാണ് താമസിക്കുന്നത്. അപ്പോൾ അവർ തമ്മിലൊന്നുണ്ടാവില്ല, യാതൊരു തരത്തിലുള്ള അറിവുകളും ഉണ്ടായിരിക്കില്ല. അതാണ് നമ്മൾ അവിടെ ഉത്തരം എഴുതുന്നത്. Then the 11th question, illiteracy is a cause of modern society because. എന്താണത് ചോദ്യം? ഇല്ലിറ്ററസി എന്ന് പറഞ്ഞാൽ എന്താണ്? നിരക്ഷരത ഇസ് എ കോസ് ഓഫ് മോഡേൺ സൊസൈറ്റി ബിക്കോസ്. അഥവാ സാക്ഷരത, നിരക്ഷരത, ഇത് രണ്ടും നമ്മൾ പഠിച്ചതാണ്, സാക്ഷരതയും നിരക്ഷരതയും. സാക്ഷരത എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനം കേരളമാണൊക്കെ നമ്മൾ പഠിച്ചു പോയതാണ്. അപ്പോൾ ഇവിടെ ഈസ് എ കോസ് ഓഫ് മോഡേൺ സൊസൈറ്റി ബിക്കോസ്, അതിൻ്റെ കാരണം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ഇറ്റ് ലീഡ്സ് ടു ഇഗ്നോറൻസ്, അഥവാ എന്ത് ചെയ്യുന്നു, അവരെ ഇഗ്നോറൻസ് ചെയ്യുന്നു. ഇഗ്നോറൻസ് ലീഡ്സ് ടു ഇഗ്നോറൻസ്, ഇഗ്നോർ ചെയ്യുക, അവഗണിക്കാൻ കാരണമാകുന്നു. മറ്റൊന്ന് സൂപ്പർസ്റ്റിഷൻസ്. സൂപ്പർസ്റ്റിഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പ്രധാനമായിട്ടും അവിടെ ഓർത്തു വെക്കേണ്ടത് സൂപ്പർവിഷൻസ് ആണ് മനസ്സിലാക്കി വെക്കേണ്ടത്. സൂപ്പർസ്റ്റിഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു ദൈവിക ശക്തിയിലൊക്കെ നമ്മൾ വിശ്വസിക്കുക. അതുപോലെ ഡിപ്രീവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇല്ലാതാക്കുക, ഇല്ലാതാക്കുന്നു. അപ്പോൾ ഇത് ഓൾ ഓഫ് ദീസ്, നാലാമത്തെ ഓപ്ഷൻ ഓൾ ഓഫ് ദീസ്, ഈ മൂന്ന് കാര്യങ്ങളുമാണ് എന്നാണ് പറയുന്നത്. ഏതായിരിക്കും ഉത്തരം? അപ്പോൾ അവിടെ നമ്മൾ ഡൗട്ട് ചെയ്യേ വേണ്ട, ഓൾ ഓഫ് ദീസ് എന്നതാണ് ഉത്തരം. കാരണം എന്താണ്? നിരക്ഷരത ഉള്ള ആളുകളെ എന്ത് ചെയ്യും? അവരെ ജനങ്ങൾ അവഗണിക്കും, അതുപോലെ തന്നെ അവരെ ഇല്ലാതാക്കി മാറ്റും. ഇതൊക്കെ അവരെ അല്ലെങ്കിൽ എന്താണ്, ഒരു സൂപ്പർസ്റ്റിഷൻസ് ആയിട്ട് കാണാൻ സഹായിക്കും. ഇതാണ് നമ്മളവിടെ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ, which of the following is not features of westernization? Sanskritization, westernization. നേരത്തെ സാൻസ്ക്രൈറ്റേഷനെ കുറിച്ച് ചോദിച്ചു, വെസ്റ്റേണൈസേഷൻ മറ്റൊരു MN ശ്രീനിവാസിന്റെ ആശയമാണിത്, ഓർത്ത് നോക്കണം. സാൻസ്ക്രൈറ്റേഷൻ എന്ന് പറഞ്ഞാൽ സംസ്കൃതവൽക്കരണമാണ്, അത് കൊണ്ടുവന്ന ആളാരാ? MN ശ്രീനിവാസാണ്. അതേപോലെ തന്നെ വെസ്റ്റേണൈസേഷൻ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കും. ഇതെന്താണ്? ഇതിൻ്റെ ഫീച്ചേഴ്സ്, ഇതിൻ്റെ പ്രത്യേകതകൾ അല്ലാത്തതാണ് ചോദ്യം. ചോദ്യം നല്ലോണം വായിക്കണം. അതിൽ 4 ഓപ്ഷനുകൾ: റേഷണൽ ഔട്ട്ലുക്ക്, അവോയ്ഡിങ് യൂസ് ഓഫ് മോഡേൺ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ആൻഡ് മാസ് മീഡിയ. അവോയ്ഡിങ് എന്ത് ചെയ്യുന്നു? യൂസ് ഓഫ് മോഡേൺ കമ്മ്യൂണിക്കേഷൻ, ആധുനിക രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സും മാസ് മീഡിയയും അവഗണിക്കുന്നു. ദെൻ ഇൻട്രസ്റ്റ് ഇൻ മെറ്റീരിയൽ പ്രോഗ്രസ്, അഥവാ ഭൗതികപരമായിട്ടുള്ള പുരോഗതിയിൽ താല്പര്യമുണ്ടാവുന്നു. 4ാമത്തെ ഹൈ സോഷ്യൽ മൊബിലിറ്റി, ഉയർന്ന തരത്തിലുള്ള സാമൂഹിക ചലനത അല്ലെങ്കിൽ സാമൂഹ്യ ക്ഷമത ഉണ്ടാകുന്നു. ഈ 4 ഓപ്ഷനുകളിൽ നമ്മൾ പ്രധാനമായിട്ട് ഓർത്തു വെക്കേണ്ടത് എന്താണ്? അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ബി ആണ്. അവോയ്ഡിങ് യൂസ് ഓഫ് മോഡേൺ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ആൻഡ് മാസ് മീഡിയ, അതാണ് അതിൻ്റെ ഉത്തരം. ഇനി അപ്പം അവോയ്ഡ് ചെയ്യാം. വെസ്റ്റേണൈസേഷൻ്റെ ഒരു പ്രത്യേകതയാണ് നമ്മൾ പറയുന്നത്. വെസ്റ്റേണൈസേഷൻ എന്ന് പറഞ്ഞാൽ പാശ്ചാത്യവൽക്കരണമാണ്. പാശ്ചാത്യർ ഇവിടെ വന്നതിന് ശേഷമാണ് എന്തുണ്ടായത്? മാസ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. മാസ് മീഡിയ എന്ന് പറഞ്ഞാൽ എന്താണ്? വാർത്താവിനിമയ ഉപാധികൾ. ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ സംവിധാനങ്ങളും അതുപോലെ തന്നെ എല്ലാ കണ്ടുപിടുത്തങ്ങളും ഇന്ത്യയിൽ വന്ന എന്താണ്? പാശ്ചാത്യർ, ബ്രിട്ടീഷുകാരടക്കമുള്ള പാശ്ചാത്യർ വന്ന മൂലമാണ്. അങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അത് നമ്മൾ ഓർത്ത് വെക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 13 ആണ് ഇനി പറയുന്നത്. ഷെഡ്യൂൾഡ് ട്രൈബ് ഇൻ ലിവ്സ്, അഥവാ ഷെഡ്യൂൾഡ് ട്രൈബ് അവർ ജീവിക്കുന്നത് എവിടെയാണ് എന്നാണ് ചോദ്യം. ഷെഡ്യൂൾഡ് ട്രൈബ്, 2 തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഓർത്ത് നോക്കണം. ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്. പട്ടികജാതിയാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ്, പട്ടികവർഗമാണ് ഷെഡ്യൂൾഡ് ട്രൈബ്. ഇവർ ജീവിച്ച സ്ഥലം എവിടെയാണ് എന്നാണ് ചോദ്യം. ഹില്ലി ആൻഡ് ഫോറസ്റ്റ് ഏരിയ, 1ാമത്തെ ഓപ്ഷൻ, അഥവാ കുന്നുകളിലും വനങ്ങളിലും അതുപോലെ തന്നെ അർബൺ ഏരിയാസ്, നഗരപ്രദേശങ്ങളിൽ. 3ാമത്തെ ഓപ്ഷൻ റൂറൽ ഏരിയാസ്, റൂറൽ ഏരിയകളിൽ.
നാലാമത്തേത് റൂറൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാമീണ പ്രദേശം, വില്ലേജ്, ഗ്രാമങ്ങൾ സെയിമാണ് വില്ലേജ്. ഈ 4 ഓപ്ഷനുകൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഉത്തരം ഒരു ഡൗട്ടും വേണ്ട, ഒന്നാമത്തതാണ് ആൻസർ. ഏതാണ്? ഹില്ലി ആൻഡ് ഫോറസ്റ്റഡ് ഏരിയ, കുന്നുകളിലും വനപ്രദേശങ്ങളിലുമാണ്. അപ്പോൾ ഇതോർത്ത് വെക്കണം. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ 14. Identify the suitable means by which democratic decentralization has empowered the so-called lower caste. എന്താണ് ക്വസ്റ്റ്യൻ? ലോവർ കാസ്റ്റ്, താഴ്ന്ന ജാതിക്കാർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ജനാധിപത്യ വികേന്ദ്രീകരണം എന്ന ആശയം കൊടുത്തിട്ടുണ്ട്, അല്ലെ ജനാധിപത്യ വികേന്ദ്രീകരണം നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ ഈ ഓപ്ഷനുകളിൽ നിന്ന് അതിന് യോജിച്ചതായ വാക്ക് എടുത്തെഴുതുക എന്നതാണ്, അല്ലെങ്കിൽ കണ്ടുപിടിക്കുക. ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ. അപ്പോൾ അതിന് 4 ഓപ്ഷനുകൾ ഉണ്ട്. ഒന്ന്, ത്രൂ റിസർവേഷൻ ഇൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. എന്താണത്? റിസർവേഷൻ ഇൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ റിസർവ് ചെയ്ത, അഥവാ അവർക്ക് ലോവർ കാസ്റ്റ്, താഴ്ന്ന ജാതിക്കാർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എന്ത് ചെയ്യുന്നു? റിസർവേഷൻ കൊടുക്കുക. ഒന്ന്. രണ്ടാമത്തെ ഓപ്ഷൻ, ത്രൂ എംപവർമെന്റ് ബൈ മാനേജിംഗ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് അറ്റ് വില്ലേജ് ലെവൽ ആസ് എ റിസൾട്ട് ഓഫ് റിസർവേഷൻ ഇൻ പഞ്ചായത്തി രാജ്. എന്ത് ചെയ്യുന്നു? ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. ഏതാണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ? പഞ്ചായത്തുകൾ. അവിടെ എന്ത് ചെയ്യണം? അവിടെ പഞ്ചായത്തി രാജിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് റിസർവേഷൻ കൊടുക്കണം. അതാണ്. അതിനു വേണ്ടിയിട്ട് റിസർവേഷൻ കൊടുത്ത് അവരെന്ത് ചെയ്യുക? എംപവേർഡ് ചെയ്യുക, അവരെ ഉയർത്തിക്കൊണ്ടുവരിക. ഇതാണ് ബി. സി എന്താണ്? ത്രൂ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്, അഥവാ ബിസിനസ് സംരംഭങ്ങളിൽ അവർക്ക് അവസരങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ സി. Then the D, through reservation in employment. എംപ്ലോയ്മെന്റ്, തൊഴിലിടങ്ങളിൽ അല്ലെങ്കിൽ ജോലികളിൽ അവർക്ക് എന്ത് ചെയ്യണം? റിസർവേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ഏതായിരിക്കും ആൻസർ? ഉത്തരം ബി ആണ്. ഏതാ ബി? 14 ഉത്തരം ബി ആണ്. ത്രൂ എംപവർമെന്റ് ബൈ മാനേജിംഗ് ലോക്കൽ ഗവൺമെന്റ് അറ്റ് വില്ലേജ് ലെവൽ as a result of reservation in panchayati raj. അതാണ് നമ്മൾ എഴുതേണ്ടത്. Then 15th question, which were the economic activities of tribals? ചോദ്യം എന്താണ്? നേരത്തെ നമ്മൾ ട്രൈബൽസ്, ഗോത്ര വിഭാഗങ്ങൾ എവിടെയായിരുന്നു ജീവിച്ചത് എന്നാണ് ചോദ്യം വന്നത്. അതേ ഭാഗത്തു നിന്നുള്ള മറ്റൊരു ചോദ്യമാണിത്. ഏതാണിത്? എക്കണോമിക് ആക്ടിവിറ്റീസ് ഓഫ് ട്രൈബൽസ്, അവരുടെ സാമ്പത്തിക പ്രവർത്തനം എന്താണ് എന്നാണ് ചോദ്യം. ആരുടെ? ട്രൈബൽസിൻ്റെ അല്ലെങ്കിൽ ഗോത്ര വിഭാഗത്തിൻ്റെ. അതിന് 4 ഓപ്ഷനുകൾ തന്നു. ഹണ്ടിങ് ആൻഡ് ഗാദറിങ്, വേട്ടയാടലും ശേഖരിക്കലും ഒന്നാമത്തെ. 2, അഗ്രികൾച്ചർ, കൃഷി. Then C, ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി, വ്യാവസായിക പ്രവർത്തനങ്ങൾ. Then the D, സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രി, ചെറിയ കുടിൽ വ്യവസായങ്ങൾ. ഏതാണ് ഉത്തരം? ഉത്തരം ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ഉത്തരം എ ആണ്. ഹണ്ടിങ് ആൻഡ് ഗാദറിങ് ആണ് ട്രൈബൽസിന്റെ പ്രധാനപ്പെട്ട സാമ്പത്തിക സ്രോതസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. ഇനി പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 16. The relationship between Jethmans and Kamins used to permanent after the death of Jethman, his son used to be Jethman,
And the same principle applied to Cummins. In context of the caste and economy, identify which of the following lead to the eroding of this system. വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ചോദ്യമാണ്. എന്താണത്? ജേജ്മാനി സമ്പ്രദായം കേട്ടിട്ടുണ്ടാവും, പുസ്തകത്തിലുണ്ട്, ഓർത്തു വെക്കുക. ജേജ്മാനി ആൻഡ് കാമിൻസ്. എന്താണ് അവർ പറയുന്നത്? അഥവാ the relationship between ജേജ്മാൻ and കാമിൻസ് used to be permanent. അഥവാ ജേജ്മാനും കാമിൻസും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ജേജ്മാനി സമ്പ്രദായം ഇന്ത്യയിൽ ഉണ്ടായിരുന്നതാണ്. കർഷകർ എന്ത് ചെയ്യുന്നു? അവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കാമിൻസ് എന്ത് ചെയ്യുന്നു? അവർക്ക് വേണ്ടിയിട്ട് ജോലി എടുക്കുന്നു തൊഴിലിടങ്ങളിൽ. അപ്പോൾ അതിനെന്താണ്? ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ജേജ്മാൻ ആൻഡ് യൂസ്ഡ് ടു ദി സൺ ഓഫ് ജേജ്മാൻ. അഥവാ ജേജ്മാൻ മരിച്ചു കഴിഞ്ഞാൽ, യജമാനൻ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? അവരുടെ സൺ ഇതിൻ്റെ ഒരു ജേജ്മാനായിട്ട് മാറുന്നു. ആൻഡ് ദ സെയിം പ്രിൻസിപ്പിൾ അപ്ലൈ ടു ദി കാമിൻസ്. ഇതേ അവസ്ഥ തന്നെയാണ് കാമിൻസിൻ്റെയും ഇടയിലുള്ളത്. In the context of caste economy, identify which the following lead to the eroding of this system. ഈ സിസ്റ്റത്തിന് ഈ 4 ഓപ്ഷനുകളിൽ ഏറ്റവും യോജിച്ചതായ കാര്യങ്ങൾ എഴുതുക എന്നതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏതാ എഴുതുക? ഒന്നാമത്തെ, മൂവിങ് അവേ ഫ്രം ദ ട്രഡീഷണൽ ഓക്യുപ്പേഷൻ ഡ്യൂ ടു ദി ഹാർഡ്ഷിപ്പ് ഇൻ ദ റൂൾ ഓഫ് കാമിൻസ്. അതാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ, ചേഞ്ചിങ് നേച്ചർ ഓഫ് ഇന്റർ റിലേഷൻഷിപ്പ് ഓഫ് കാസ്റ്റ് ഡ്യൂ ടു വേരിയസ് പ്രാക്ടീസസ് സച്ച് ആസ് ഇന്റർ കാസ്റ്റ് ആൻഡ് ഇന്റർ റിലീജിയസ് മാരേജ് എമംഗ് ദം എമംഗ്സ്റ്റ് മെനി അതർ ഫാക്ടേഴ്സ്. രണ്ടാമത്തെ. മൂന്നാമത്തെ എന്താണ്? ഇൻട്രഡക്ഷൻ ഓഫ് മാർക്കറ്റ് എക്കോണമി പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് എംപ്ലോയ്മെന്റ് ഔട്ട്സൈഡ് ദ ട്രഡീഷണൽ ഓക്യുപ്പേഷൻസ്. ഈ 3 ഓപ്ഷനുകളും നമ്മൾ ഓർത്തു വെക്കണം. ദെൻ ദ ലാസ്റ്റ് ഡി ഓൾ ഓഫ് ദി എബോവ്. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു അർത്ഥസംഖ്യയും ആലോചിക്കേണ്ട ആവശ്യമില്ല. എന്താണ്? 4ാമത്തതാണ് ഉത്തരം. ഓൾ ദി എബോവ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 17. വാട്ട് ഡിസ്റ്റിംഗ്വിഷ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്രം അസോസിയേഷൻ? സ്ഥാപനവും അസോസിയേഷൻ അല്ലെങ്കിൽ സംഘടനയും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദ്യം. അതിൽ എ, ഇൻസ്റ്റിറ്റ്യൂഷൻ റെപ്രസെന്റ് ദ റൂൾസ് ഓർ പ്രൊസീജിയേഴ്സ് ആൻഡ് അസോസിയേഷൻ റെഫേഴ്സ് ടു ദി ഹ്യൂമൻ കമ്പോണന്റ്. Then the second point, B, association represents the rules or procedures and institution refers to human component. Then the third, both A and B are true. Then the third, institution is made for specific purpose but association does not have purpose. എന്താണത്? ഇൻസ്റ്റിറ്റ്യൂഷൻ റെപ്രസെന്റ് ദ റൂൾസ് ഓഫ് പ്രൊസീജിയേഴ്സ് ആൻഡ് അസോസിയേഷൻ റെഫേഴ്സ് ടു ദി ഹ്യൂമൻ കമ്പോണന്റ് എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസ്റ്റിറ്റ്യൂഷൻ അതെന്ത് ചെയ്യുന്നു? ചില റൂൾസുകൾ റെപ്രസെന്റ് ചെയ്യുന്നു, ചില നിയമങ്ങൾ. എന്നാൽ അസോസിയേഷൻ എന്ന് പറയുന്നു ഹ്യൂമൻ കമ്പോണന്റ്, മനുഷ്യൻ്റെ മാനസികപരമായിട്ടുള്ള ചില കമ്പോണൻസ് ആണ് അവരെന്ത് ചെയ്യുന്നത്? അസോസിയേഷൻ നടക്കുന്നത്, അല്ലെ അസോസിയേഷൻ പിന്തുടരുന്നത്. Then second option എന്താണ്? Association represents rules or procedures and institution refers to human component എന്നാണ്. അസോസിയേഷൻ എന്ത് ചെയ്യുന്നു? ചില റൂൾസുകൾ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നു? ഹ്യൂമൻ കമ്പോണന്റ് പിന്തുടരുന്നു എന്നതാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടതാണ് എയും ബിയും, നല്ലോണം ശ്രദ്ധിക്കണം. Then the third question എന്താണ്? Both A and B are true എന്നതാണ്. Then the last institutions made specific purpose. Institution എന്തുണ്ട്? അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രത്യേക ലക്ഷ്യമുണ്ട് എന്ന് മനസ്സിലാക്കണം. Then association does not have any purpose. അസോസിയേഷൻ എന്തില്ല? ലക്ഷ്യങ്ങൾ ഇല്ല എന്നതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഉത്തരം ഏതായിരിക്കും? 17ന്റെ ഉത്തരം ഡെഫിനറ്റ്ലി എ ആണ് എന്ന് മനസ്സിലാക്കണം. 17ന്റെ ആൻസർ എ ആണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യനുകളാണ് നമുക്ക് വൺ വേർഡ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത്.
ഇനി പറയാനുള്ള ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യനുകളാണ് 18 മുതൽ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും 17 ക്വസ്റ്റ്യൻ നമ്മൾ മനസ്സിലാക്കുക. ഇനി ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ആൻ എക്സാമ്പിൾ ഓഫ് കിൻഷിപ്പ് ടേംസ് യൂസ്ഡ് ഫോർ ഡോട്ടേഴ്സ് ഹസ്ബൻഡ് ഡാഷ് എന്നാണ് ക്വസ്റ്റ്യൻ. അതിൽ നമുക്കവിടെ 4 ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്. എലമെൻ്ററി, ഡിറൈറ്റീവ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ്, നൺ ഓഫ് ദീസ് എന്നാണ് ക്വസ്റ്റ്യൻ. അതിൽ തന്നെ 18 തന്നെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ എന്താണ്? ഡാഷ് ഡിസെൻറ്റ് ഗിവ്സ് ഈക്വൽ ഇമ്പോർട്ടൻസ് ഓഫ് കിൻസ് ഓഫ് ബോത്ത് ഫാദേഴ്സ് ആൻഡ് മദേഴ്സ് സൈഡ് എന്നാണ് ചോദ്യം. അപ്പോൾ 2 ക്വസ്റ്റ്യനുകളാണ് അവിടെ ചെന്നിട്ടുള്ളത്. അതിൽ നമ്മൾ എഴുതേണ്ടത് എങ്ങനെയാണ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഡോട്ടേഴ്സ് ഹസ്ബൻഡ്, മകളുടെ ഭർത്താവിൻ്റെ ബന്ധവുമായി ബന്ധപ്പെട്ട എക്സാമ്പിൾ ഈ 3-4 ഓപ്ഷനിൽ ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? ഡിസ്ക്രിപ്റ്റീവ് എന്നാണ് ഉത്തരം. അപ്പം അതാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്. ഇനി രണ്ടാമത്തെ എന്താണ്? ഡീസൻറ്റ് ഗിവ്സ് ഈക്വൽ ഇമ്പോർട്ടൻസ് ഓഫ് കിൻസ് ബോത്ത് ഫാദേഴ്സ് ആൻഡ് മദേഴ്സ് സൈഡ്. ഫാദറിൻ്റെയും മദറിൻ്റെയും ബന്ധത്തിൽ ഇമ്പോർട്ടൻ്റ് ആയി ഈക്വൽ ആയിട്ടുള്ള പാരമ്പര്യമുള്ള ബന്ധം ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ ഉത്തരം ഏതാണ്? 4 ഓപ്ഷനുകൾ: പാട്രിലീനിയൽ, മാട്രിലീനിയൽ, യൂണിലാറ്ററൽ, ബൈലാറ്ററൽ. അപ്പോൾ പാട്രിലീനിയൽ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം, പിതൃദായകമാണ്. മാട്രിലീനിയലും മാതൃദായകമാണ്. യൂണിലാറ്ററൽ എന്ന് പറഞ്ഞാൽ ഒരു സൈഡിലുള്ള ബന്ധമാണ്. അപ്പോൾ 2, അപ്പോൾ അവസാനത്താണ് ഉത്തരം. ഏതായിരിക്കും? ബൈലാറ്ററൽ, അഥവാ മാതാവിലൂടെയും പിതാവിലൂടെയും പാരമ്പര്യം കൈമാറ്റം ചെയ്യപ്പെടുന്ന അവസ്ഥക്ക് പറയുന്നതാണെന്ത്? ബൈലാറ്ററൽ എന്ന് പറയുന്നത്. അപ്പോൾ ഉത്തരം അതാണ്. ഇനി 19 ക്വസ്റ്റ്യൻ, 2 ക്വസ്റ്റ്യനുകൾ അവിടെ നമുക്ക് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ട്രൈബൽ സൊസൈറ്റീസ് ആർ നോൺ ആസ് ഡാഷ് സൊസൈറ്റീസ്. അഥവാ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലാക്കണം. 3 ക്വസ്റ്റ്യനായി ഇപ്പോൾ ട്രൈബൽസിനെ കുറിച്ച് ചോദിക്കുന്നത്. 1 വേർഡിൽ തന്നെ 3 ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ്? ട്രൈബൽ സൊസൈറ്റീസ് ആർ നോൺ ആസ് ഡാഷ് കോംപ്ലക്സ്, സിമ്പിൾ, ഇൻഡസ്ട്രിയൽ ആൻഡ് റൂറൽ. ഏതായിരിക്കും ഉത്തരം? Then അടുത്തൊരു സെയിം ക്വസ്റ്റ്യൻ. ടുഡേ മോസ്റ്റ്ലി ട്രൈബൽ പ്രോബ്ലംസ് ആർ കോൺസിക്വൻസസ് ഓഫ് ഡാഷ് കൾച്ചറൽ, പൊളിറ്റിക്കൽ, സോഷ്യൽ, എക്കണോമിക്, കോണ്ടാക്ട് വിത്ത് ഔട്ട്സൈഡേഴ്സ്. ഇന്ന് അടക്കുന്ന ആദിവാസികൾ അല്ലെങ്കിൽ ഗോത്ര വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ്? പ്രധാനമായിട്ടും ഔട്ട്സൈഡേഴ്സുമായിട്ടുള്ള കോണ്ടാക്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഔട്ട്സൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുറത്തുള്ള ആളുകൾ അവരുടെ മേഖലകളിലേക്ക് എന്ത് ചെയ്യുന്നു? കടന്നു ചെല്ലുന്നു. അതുമൂലമുണ്ടാകുന്നതാണ്. അതിന് ഏറ്റവും സൂട്ടായിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളെന്താണ് അതിന് ഉത്തരം എഴുതുക? ഈ 2 ചോദ്യത്തിന് ഉത്തരം. ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം വരിക ദ ട്രൈബൽ സൊസൈറ്റീസ് ആർ നോൺ ആസ് സിമ്പിൾ സൊസൈറ്റീസ് എന്നാണ് ഉത്തരം. ഒരിക്കലും ഏതില്ല? കോംപ്ലക്സ് അല്ല, ഇൻഡസ്ട്രിയൽ അല്ല, റൂറൽ അല്ല. സിമ്പിൾ സൊസൈറ്റീസ് ആണ് ആര്? ട്രൈബൽ സൊസൈറ്റീസ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ടുഡേ മോസ്റ്റ്ലി ട്രൈബൽ പ്രോബ്ലംസ് ആർ കോൺസിക്വൻസസ് ഓഫ്. എന്തായിരിക്കും ഉണ്ടാവുക? അതിനുത്തരം നമ്മൾ ഇപ്പോൾ ട്രൈബൽസ് മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്നതിലൂടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. അതിനുത്തരം കൾച്ചറൽ എന്നാണ് ഉത്തരം. പൊളിറ്റിക്സ് അല്ല, സോഷ്യൽ അല്ല, എക്കണോമിക് അല്ല, കൾച്ചറൽ അഥവാ സാംസ്കാരികമായ മാറ്റം, സാംസ്കാരികമായ കോണ്ടാക്റ്റിലൂടെയാണ് അവരുടെ പ്രശ്നങ്ങൾക്ക് പ്രധാനമായിട്ടും ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ
20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 20. Institution considered as a nursery of human nature dash. Then the type of family in which the newly wedded couple live with the husband's maternal uncles is known as. As third question, a special relationship obtaining among some peoples between a niece and her paternal aunt is called. Then the fourth, kinship behavior in which two kinsmen do not address each other directly called. Then the fifth question, term which describes a person, bilateral set of relatives who may be invited to wedding, funeral or other ceremonial occasion is dash. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? ഒന്നാമത്തേന് ഉത്തരം, ഇൻസ്റ്റിറ്റ്യൂഷൻ കൺസിഡേർഡ് ആസ് എ നഴ്സറി ഓഫ് ഹ്യൂമൻ നേച്ചർ, അഥവാ മനുഷ്യൻ്റെ പ്രകൃതിപരമായി, അല്ലെങ്കിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണ് മനുഷ്യന് പ്രാഥമികമായിട്ടുള്ള അവബോധങ്ങൾ നൽകുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതൊന്നും അതിൻ്റെ ഉത്തരം വളരെ സിമ്പിളാണ്, ഫാമിലി എന്നാണ് ഉത്തരം. അപ്പോൾ ഫാമിലി എന്ന് നമ്മൾ എഴുതി വെക്കണം. ഫാമിലി ഈസ് ദ നേഴ്സറി, ഫാമിലി ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് സൊസൈറ്റി എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അത് നമ്മൾ ഓർത്ത് വെക്കുക. Then the type of family in which the newly wedded couple live with the husband's maternal uncle is known as. Second question, എന്താണത് പറയുന്നത്? ഫാമിലിയിലെ കപ്പിൾസ് എന്ത് ചെയ്യുന്നു? ലിവ് വിത്ത് ദ ഹസ്ബൻഡ്സ് മെറ്റേണൽ അങ്കിൾ ഈസ് നോൺ ആസ്, അഥവാ ഹസ്ബൻഡിൻ്റെ അമ്മാവൻ അവരുടെ വീട്ടിൽ താമസിക്കുന്നതിനെ പറയുന്നത് എന്താണ് എന്നാണ് ചോദ്യം. അതിനെ പറയുന്നതാണ്, ആ ഒരു ഫാമിലിയെ നമ്മൾ പറയുന്നതാണ് അവങ്കുലേറ്റ് ഫാമിലി. അമ്മാവൻ്റെ വീട്ടിൽ തന്നെ അവങ്കുലേറ്റ് ഫാമിലി എന്നാണ് പറയുക. അപ്പോൾ രണ്ടാമത്തേന് ഉത്തരം. ഇനി മൂന്നാമത്തെ, സ്പെഷ്യൽ റിലേഷൻഷിപ്പ് ഒബ്റ്റൈനിങ് അമോങ് സം പീപ്പിൾസ് ബിറ്റ്വീൻ എ നീസ് ആൻഡ് ഹർ പാറ്റേണൽ ഓണ്ട് ഈസ് കോൾഡ്. പാറ്റേണൽ ഓണ്ട് എന്ന് പറഞ്ഞാൽ അമ്മായി, അവരുടെ കീഴിൽ, അഥവാ അച്ഛൻ്റെ സഹോദരിയുടെ വീട്ടിൽ എന്ത് ചെയ്യുന്നു, അവരുമായിട്ടുള്ള ആ ഒരു ബന്ധത്തെ നമ്മൾ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ് എന്ന് പറയുന്നത് അമിറ്റേറ്റ് കിൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ മൂന്നാമത്തേന് ഉത്തരം ഏതാണ്? അമിറ്റേറ്റ് കിൻഷിപ്പ് എന്നാണ് ഓർത്ത് വെക്കുന്നത്. Then the fourth, kinship behavior in which two kinsmen do not address each other directly is called. ഇത് നേരത്തെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് കിൻഷിപ്പ് ബിഹേവിയർ എന്ന് പറയുന്നത്? ഇൻ വിച്ച് ടു കിൻസ്മെൻ ഡു നോട്ട് അഡ്രസ് ഈച്ച് അതർ ഡയറക്റ്റ്ലി, അവർ തമ്മിൽ എന്താണ് ഡയറക്റ്റായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാവുകയില്ല. അതിനെ പറയുന്ന പേരെന്താണ് എന്നാണ് ഓർത്തു വെക്കേണ്ടത്. അതിനെ ടെക്നോണമി. ഈ ക്വസ്റ്റ്യൻ നേരത്തെ ചോദിച്ചിട്ടുണ്ട് വൺ വേർഡിൽ, അപ്പോൾ അത് നമ്മൾ ഓർത്ത് വെക്കണം. ദെൻ ഫിഫ്ത്ത്, ടേം വിച്ച് ഡിസ്ക്രൈബ്സ് എ പേഴ്സൺ ബൈലാറ്ററൽ സെറ്റ് ഓഫ് റിലേറ്റീവ്സ് who may be invited to wedding, funerals and to other ceremonial occasion is. എന്താണ്? കൈൻഡ് ഡ്രെഡ് എന്നാണ് ഉത്തരം. എന്താണ്? ടേം വിച്ച് ഡിസ്ക്രൈബ് എ പേഴ്സൺ ബൈലാറ്ററൽ സെറ്റ്സ് ഓഫ് റിലേറ്റീവ്സ്. നേരെ നമ്മൾ ബൈലാറ്ററൽ പഠിച്ചതാണ്, ഓർത്ത് നോക്കണം. ബൈലാറ്ററൽ, യൂണിലാറ്ററൽ, പെറ്റേണൽ, മെറ്റേണിറ്റി ഒക്കെ പഠിച്ചതാണ്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഈ ഹൂ മേ ബി ഇൻവൈറ്റഡ് ടു വെഡ്ഡിങ്, കല്യാണത്തിനും അതുപോലെ തന്നെ ഫ്യൂണറൽ ശവസംസ്കാര ചടങ്ങുകൾക്കും ആൻഡ് അതർ സെറിമണിയൽ ഒക്കേഷൻ, മറ്റുള്ള സെറിമണിയൽ ഒക്കേഷനിലൊക്കെ പങ്കെടുക്കുന്നതിന് എന്ത് ചെയ്യുന്നു, അവരിന് പറയുന്ന പേരെന്താണ്? നമ്മൾ പറയുന്നത് കിൻഡ്രെഡ് എന്നാണ് നമ്മൾ ഓർത്തു വെക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇവിടെ പ്രധാനമായിട്ട് ഓർത്ത് വെക്കണം. ട്രൂ ഓർ ഫാൾസിൽ നമ്മൾ ഇത്രയും വൺ വേർഡ് ആൻഡ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനിൽ വരുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ഈ ഒരു ഭാഗങ്ങൾ മനസ്സിലാക്കി വെക്കുക.
ഇനി അടുത്ത ഒരു വീഡിയോയുമായി അല്ലെങ്കിൽ അടുത്ത ഒരു ക്ലാസ്സുമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ അവലോകനവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ ഓൾ സ്റ്റുഡൻസ്.